നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് മുറുകുകയാണ്. രണ്ടാം റൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. രണ്ടാം റൗണ്ടിൽ ഇപ്പോൾ മെക്സിക്കോ ഓൾറെഡി റൗണ്ട് ഓഫ് 32 ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വളരെ ക്രൂഷ്യലായിട്ടുള്ള മത്സരങ്ങൾ വരുന്നു. ബ്രസീലും മൊറോക്കോയും ഒക്കെ ഇന്ന് ഇറങ്ങുന്നുണ്ട്. ഗ്രൂപ്പ് സിയും ഗ്രൂപ്പ് ഡിയും ഏതാണ്ട് ഇന്ന് ചിത്രം വ്യക്തമാകും. അപ്പോൾ നമ്മോടൊപ്പം ഇന്നത്തെ ബ്രസീലിൻ്റെ മത്സരമൊക്കെ ഒരു വിശകലനത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രിവ്യൂവിന് വേണ്ടി ഫുട്ബോൾ നിരീക്ഷകൻ ഷിയാബ് സാർ ഉണ്ട്. അപ്പം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഷിയാബ് സാർ. അപ്പോൾ ഇന്നത്തെ കളി ബ്രസീൽ വേഴ്സസ് ഹെയ്റ്റി. മൊറോക്കോ സ്കോട്ട്ലൻഡുമായിട്ട് കളിക്കുന്നു. ഗ്രൂപ്പ് സിയിലെ ചിത്രം ഇന്ന് തെളിയും. ബ്രസീലിൻ്റെ ഒരു കടുകട്ടിയ മത്സരം, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലെ ഏറ്റവും കടുകട്ടിയ ഒരു മത്സരം എന്ന് കഴിഞ്ഞു പോയി. അതൊരു സമനില വിരിഞ്ഞു. എന്താ പറയുക, ബ്രസീലിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് വെച്ചിട്ട് ഒരു പക്ഷേ ഒരു ചെറിയ നിരാശ ഉണ്ടാവുമെങ്കിലും പക്ഷേ മൊറോക്കോ പോലെയുള്ള ഒരു ടീമായിട്ട് കളിച്ചുള്ളതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഒരു ആശ്വാസം തന്നെയാണ്. അത് തുടക്കത്തിൽ തന്നെ ആ ഒരു വലിയ കടമ്പ കഴിഞ്ഞു എന്നുള്ളതാണ്. ഹെയ്റ്റി 75 ഫിഫ റാങ്കിങ് എന്നാണ് എൻ്റെ ഓർമ്മ. 83 അല്ലേ? 83 അല്ലേ? എന്തായാലും 70, 75 ആ ഭാഗത്ത് എവിടെയാണ്. ഞാൻ ഇന്ന് രാവിലെ വീഡിയോ പറഞ്ഞിരുന്നു, മറന്നുപോയി പെട്ടെന്ന്. എന്തായാലും ബ്രസീലുമായി താരതമ്യം ചെയ്യുമ്പോൾ നിലവാരത്തിൽ വളരെ താഴെയുള്ള ടീമാണ്. പക്ഷേ ഇപ്പോൾ കേപ്പ് വെറുതെ സ്പെയിനിന് ഇട്ട പോലെയുള്ളൊരു കുരുക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ സമനിലയിലേക്ക് എങ്ങാനും ബ്രസീൽ വീണ് പോകാൻ സാധ്യത ഉണ്ടോ? ഉണ്ടായാൽ ബ്രസീലിൻ്റെ സാധ്യതകൾ അവിടെ തീരില്ലേ? ഇല്ല, സമനിലയിലേക്ക് പോകാൻ സാധ്യതയില്ല. സംഭവം ഒരുപാട് ബാലൻസ്ഡ് ക്ലാഷുകൾ കാണാൻ സാധ്യതയുള്ള ടൂർണമെൻറ്റാണ് ഇപ്രാവശ്യത്തെ ഫിഫ ടൂർണമെൻറ്റ്. പക്ഷെ എന്നാലും ഹെയ്ത്തിനായിട്ട് മുമ്പ് 2016 അവർ തമ്മിൽ ആകെ മത്സരിച്ചിട്ടുള്ളൂ. അതിൽ 7-1 വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കൺവിൻസിംഗ് വിക്ടറിയാണ് ബ്രസീലിനുണ്ടായിരുന്നത്. അപ്പോൾ സമനില എന്നുള്ളതല്ല, ഇപ്പോൾ ബ്രസീലിൻ്റെ ആക്ച്വലി എന്താ പറയുക, ഇന്നത്തെ കളിയുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വലിയൊരു മാർജിനിൽ വിജയിക്കുക എന്നുള്ളത് തന്നെയാണ്. ആക്രമണത്തിന് വളരെ ശക്തമായിട്ട് ഒരു വെൽ ബാലൻസ് നല്ലൊരു ടീമിനെ ഇറക്കിയിട്ട് നല്ലൊരു വിജയം, ഗോൾ മാർജിൻ വലിയ രൂപത്തിൽ. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പം ആദ്യ മത്സരം സമനില ആയതുകൊണ്ട് മൊറോക്കോയും ബ്രസീലും തമ്മിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാർക്കായിട്ടുള്ള ഒരു പോരാട്ടം അവിടെ അപ്പുറത്ത് നടക്കുന്നത്. നേർ പോരാട്ടം എന്നല്ല പറയുന്നത്, ഗ്രൂപ്പിൽ ആര് ചാമ്പ്യന്മാരാവും എന്നുള്ളതിന്. അപ്പോൾ അതിന് ഒരു ഗോൾ വർഷം നടത്താനുള്ള ശ്രമം ഉണ്ടായിരിക്കും. ഇന്നിപ്പോൾ സ്കോട്ട്ലൻഡിനെതിരെയാണ് മൊറോക്കോ. സ്കോട്ട്ലൻഡ് ആദ്യ കളി ഹെയ്റ്റിക്കെതിരെ ജയിച്ചതാണ്. അതുകൊണ്ട് ഒരു വലിയ ഒരു മാർജിൻ അവിടെ പ്രതീക്ഷിക്കേണ്ടതില്ല. അതിനേക്കാൾ വലിയ മാർജിൻ ഇവിടെ ഹെയ്റ്റിക്കെതിരെ ബ്രസീൽ നേടിയാൽ അവസാന കളിയിൽ മൊറോക്കോയും ഹെയ്റ്റിക്ക് മേലെ ഒരു ഗോൾ വർഷം നടത്താനുള്ള സാധ്യതയുണ്ട്. അതെ, റാങ്കിങ്ങിലും 2016 നിന്ന് 2026 വരും 10 വർഷത്തെ വ്യത്യാസത്തിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും. കാരണം 1974 ഹെയ്ത്തി ആദ്യ ഒരു വേൾഡ് കപ്പ് രണ്ടാമത്തെ അപ്പിയറൻസ് ആണ്. പക്ഷെ ടീമിന് ഒരുപാട് മാറ്റം. നമ്മളിപ്പോൾ പല ടീമുകൾ, ചെറിയ ടീമുകളുടെയും പെർഫോമൻസ് ഒക്കെ കണ്ടു. വളരെ ലോ ബ്ലോക്ക് ഡിഫൻസ് പോയിട്ട് എന്താ പറയുക, ഡീപ്പിൽ ഇറങ്ങിയിട്ടുള്ള, മൊത്തത്തിൽ ഇറങ്ങിയിട്ടുള്ള പ്ലേയേഴ്സ് ഇറങ്ങിയിട്ടുള്ള ഡിഫൻസ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ എന്താ പറയുക, ബ്രസീലിനായിട്ട് തീർച്ചയായിട്ടും ഹെയ്ത്തി വിജയിക്കാനുള്ള ശ്രമമല്ല ഉണ്ടാവുക. എനിക്ക് തോന്നുന്നത് തടഞ്ഞു നിർത്തുക ഒരു നല്ല രീതിയിലാണ്. ചെറുത്തുനിൽപ്പായിരിക്കും പ്രധാനമായിട്ട് ഉണ്ടാവുക. ഗോൾ അടിപ്പിക്കാതിരിക്കുക എന്ന രീതിയിലൊക്കെ ഉണ്ടാവും. ഫിസിക്കലി എസ്പെഷ്യലി ഹെയ്ത്തി പ്ലേയേഴ്സ് ഒന്നുകൂടി ഫിസിക്കലി സ്ട്രോങ് ആയിട്ടാണ്. അതാണ് ഇന്നലെ കോച്ച് പറഞ്ഞത്, ബ്രസീലിൻ്റെ കോച്ച് അഞ്ചലോട്ടി പറഞ്ഞത്, ഹെയ്ത്തി നല്ല ടീമാണ്, പ്രത്യേകിച്ച് അവരുടെ ഫിസിക്കലായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് വളരെ മികച്ചതാണ്, നമ്മളൊരു ടീമിനെയും ചെറുതായി കാണണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾ വർഷമൊക്കെ നടത്തണമെങ്കിൽ കഴിഞ്ഞ കളിയിൽ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, വേണ്ട വിധത്തിലുള്ളൊരു അറ്റാക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് മുന്നേറ്റ നിരയിൽ എന്തൊക്കെ അഴിച്ചുപണികളാണ്, മാറ്റങ്ങളായിരിക്കും അഞ്ചലോട്ടി നടത്തുക? ഇന്ന് എന്താ പറയുക, എൻട്രിക്കിനെ പോലുള്ള പ്ലെയേഴ്സിനൊക്കെ പരീക്ഷിക്കണം എന്നുള്ള എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ മുന്നേറ്റ നിരയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മാത്യാസ് കുഞ്ഞ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ റഫീഞ്ഞ, പിന്നെ നമ്മൾ എന്താ പറയുക ഇഗോർ തിയാഗോ. ഇപ്പോൾ ഈ ഇഗോർ തിയാഗോ നമ്മൾ ഈ 3 പ്ലേയേഴ്സിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഗോർ തിയാഗോ എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്, ഫിസിക്കലി സ്ട്രോങ് ആണ്, ഏരിയൽ ഡ്യൂവലിലൊക്കെ മികച്ചു നിൽക്കാൻ പറ്റുന്ന പ്ലെയറാണ്. പിന്നെ എന്താ പറയുക, ഫിനിഷിങ്ങിൽ പക്ഷെ എപ്പോഴും ഫോർവേഡാണ്, മുന്നിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ മാത്യാസ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കൂടി ലിങ്കപ്പാണ്, ലിങ്കപ്പ് പ്ലേ ആണ്. ആ രീതിയിൽ സെക്കൻഡ് സ്ട്രൈക്കർ, അതേപോലെ ഒന്നുകൂടി ക്രിയേറ്റീവായിട്ട് കളിക്കാൻ പറ്റിയ ഒരാളാണ്. ഇനി എൻട്രിക്കിനെ സംബന്ധിച്ച് ഈ പറഞ്ഞതിൽ ഒന്നുകൂടി എന്താ പറയുക, നല്ലൊരു പൊട്ടൻഷ്യലുള്ള എൻട്രിക്കിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വെച്ച് ഇന്റർനാഷണൽ തലത്തിൽ ഏറ്റവും നല്ല തുടക്കം കിട്ടിയ ഒരു പ്ലെയർ. 17 വയസ്സ് കഴിഞ്ഞ് 18 വയസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്താ പറയുക, ഇംഗ്ലണ്ട് വെംബ്ലി രണ്ടാമത്തെ കളിയിൽ, അതേപോലെ തന്നെ സാന്റിയാഗോ ബെർണബേയിൽ ഈ 2 കളിലും ഗോൾ അടിച്ചാണ്. അപ്പോൾ മാച്ച് ടൈം കിട്ടണം, കളിക്കാനുള്ള പ്ലേയിങ് ടൈം കിട്ടണം എന്നുള്ളതാണ് ഒരു വിഷയം. ഇന്നലെ ഇപ്പോൾ കോച്ചിനോട് ഇത് ചോദിക്കുന്നുണ്ട്. അത്
അപ്പോൾ കോച്ച് പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ 2 പേര് ഇഗോർ തിയാഗോ പെനാൽറ്റി ഏരിയയിൽ വളരെ കഴിവുള്ള ഒരു റഫറൻസ് സ്ട്രൈക്കറായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്, മറ്റേ ആൾ കുഞ്ഞ സെക്കൻഡ് സ്ട്രൈക്കറാണ്. ഇവർ 2 പേരുടെയും പോലെയല്ല എൻട്രിക്ക് ഹൈലി ടാലൻറ്റഡ് ആണ്, നല്ല പൊട്ടൻഷ്യലുള്ള കളിക്കാരനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ PVC ബ്രസീലിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഫുട്ബോൾ നിരീക്ഷകരുള്ള ഒരാളാണ്, പൗലോ വിനീഷ്യസ് കൊയ്ലോ. അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങളിങ്ങനെ വലിയ ടാലൻ്റാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ടാലൻറ്റിന് എന്താണ് പിന്നെ അങ്ങ് കളിക്കാൻ ഇറക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കോച്ച് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, റൈറ്റ് ടൈം ആവട്ടെ അപ്പോൾ ഇറക്കാമെന്നാണ്. ഏതാണ് ഈ റൈറ്റ് ടൈം എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് സ്റ്റാർട്ട് ചെയ്യിക്കല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും. ഇപ്പോൾ 1994 ബ്രസീൽ കപ്പ് നേടി. അതെ. പക്ഷെ അന്ന് ബ്രസീൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അന്ന് റൊണാൾഡോ കളിപ്പിച്ചിട്ടില്ലേ, ബെഞ്ചിലാണ് ടീമിലുണ്ടായത്, ബെഞ്ചിലാണ്. ആ അവസ്ഥയിലാണ്. പക്ഷെ എൻട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഇന്നത്തെ മത്സരത്തിൽ പക്ഷേ റൊമാരിയും ഇപ്പൊ അങ്ങനെ ആരാന്നുള്ളതാണ് ചോദ്യം. അങ്ങനല്ല. അതേപോലെ തന്നെ എന്താ പറയാ, ഹോട്ട് ഫേവറേറ്റുകളായിട്ടൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ബ്രസീൽ വന്നത്. 94 സംഭവം 1970 ശേഷം 94 വന്നത്. പക്ഷെ എന്നാലും ബ്രസീൽ എപ്രാവശ്യം വരുമ്പോഴും ബ്രസീലുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷകൾ ഉണ്ടാവാറുണ്ട്. ആ 94 അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷകൾ കാത്തു. അതാണ്. അപ്പൊ അന്നത്തെ റൊണാൾഡോ പോലെയാണോ എൻട്രിക്ക് ബെഞ്ചിൽ ഇരിക്കേണ്ടി വരും? എൻട്രിക്ക് എന്താ പറയാ, ഫിസിക്കലി ഒരു പക്ഷേ റൊണാൾഡോയുടെ ആ ഒരു നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഹൈറ്റും സംഭവങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഏരിയൽ ഡ്യൂവൽ ഒരു പക്ഷെ അതേപോലെ തന്നെ മുന്നോട്ട് പോകാനൊന്നും പറ്റണമെന്നില്ല. പക്ഷെ എന്നാലും വളരെ ടാലന്റഡ് ആയിട്ടുള്ള, എക്സ്ട്രീംലി ടാലന്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഒരു പ്ലേയിങ് ടൈം കിട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ റയൽ മാഡ്രിഡിൽ സൈൻ ചെയ്യപ്പെട്ടുള്ള പ്ലെയറാണ്. പക്ഷെ കളിക്കുന്നത് ലോൺ അടിസ്ഥാനത്തിൽ ഫ്രഞ്ച് ലീഗിൽ പോയിട്ട് പ്ലേയിങ് ടൈം കിട്ടാം. ഇപ്പൊ ഇതേപോലെ തന്നെ ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പൊ നമ്മളിപ്പോ തുടക്കത്തിലുള്ള ആദ്യത്തെ 2 മത്സരങ്ങൾ സ്പെയിൻ ഗോളടിച്ച് പിന്നെ കൂടുതലായിട്ട് ഇതേപോലെ പ്ലേയിങ് ടൈം കിട്ടാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പല സ്ക്വാഡുകളിൽ നിന്നൊക്കെ ലെഫ്റ്റ് ആയി പോയത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ആഞ്ചലോട്ടിയുടെ കീഴിൽ ആഞ്ചലി വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എൻട്രിക്കിനെ ടീമിൽ എടുത്തിട്ടുള്ളത്. അപ്പൊ പറഞ്ഞുള്ള പേഷ്യൻസ് ആണ്, ക്ഷമ വേണമെന്നുള്ളത് സ്വാഭാവികമായിട്ട് അതാണ് ഏത് പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ. ഒരു മത്സരം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു മൊറോക്കോ എന്ന് പറയുന്ന ഒന്നും കൂടി ഫിസിക്കലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിഫൻസ് എല്ലാ ടീമിലും. അപ്പോൾ എൻട്രിക്കിനെ പോലുള്ള പ്ലെയർ പക്ഷേ ആ ഒരു മത്സരത്തിൽ എടുത്ത് പരീക്ഷിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ കളിക്ക് അദ്ദേഹത്തെ ഇറക്കാനുള്ള സാധ്യത സബ്സ്റ്റിറ്റ്യൂട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇറക്കാൻ സാധ്യത കൂടുതൽ. അതായത് ഇപ്പൊ ഈ ആഞ്ചലോട്ടിയോട് ഇങ്ങനെ പല ആളുകളും എന്തുകൊണ്ട് എൻട്രിക്കിനെ ഇറക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആഞ്ചലോട്ടിയെ ഇങ്ങനെ മുൾമുനയിൽ നിർത്താൻ ശ്രമിക്കുമ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആഞ്ചലോട്ടി റയലിൽ നിന്ന് പോകുന്നതിന് ശേഷം പിന്നെ വന്ന കോച്ചുമാർ, അദ്ദേഹത്തിന് സാബി അലോൺസോ ആണ് പിന്നെ വന്നത്, അദ്ദേഹം ഒരു അവസരവും എൻട്രിക്കിന് കൊടുത്തില്ല. അപ്പോൾ ഇനി ബ്രസീൽ ടീമിലേക്ക് ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ആശങ്കയിൽ നിൽക്കുമ്പോൾ ആഞ്ചലോട്ടിയാണ് ശരിക്കും എൻട്രിക്കിനോട് പറയുന്നത് ലോണിൽ പോവുക, ഒളിമ്പിക് ലോണിൽ പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബിലേക്ക് ലോണിൽ പോവുക, അവിടെ കളിക്കുക, പ്ലേയിങ് ടൈം നീ തിരിച്ചു പിടിക്കുക, അങ്ങനെ വാ എന്ന് പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ ഇവരൊക്കെ ഒരു ഫാദർലി ബന്ധമാണ് ശരിക്കും പറഞ്ഞാൽ ആഞ്ചലോട്ടിയോട് കാണിക്കുന്നത്. അത് വിഷനുള്ളവർക്ക് പറ്റുള്ളൂ. ഇപ്പോൾ ആഞ്ചലോട്ടിയെ പോലെയുള്ള അത്രയും എക്സ്പീരിയൻസ്, വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വിഷനറി ആയിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനത്തെ വിഷൻ ഉള്ളത് കൊണ്ടാണ് ഇതേപോലെ തന്നെ ടാലൻസിനൊക്കെ എടുത്തുകണ്ടെങ്കിൽ അത് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത്. അതാണ്. അപ്പോൾ ഇപ്പോൾ ഇന്നലെ പത്രസമ്മേളനത്തിൽ ആഞ്ചലോട്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബ്രസീൽ ടീമിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു. മുമ്പ് പറഞ്ഞ സാമ്പാ താളത്തിൽ കളിക്കുന്ന, ജോഗോ ബോണിറ്റോ കളിക്കുന്ന ഒരു ബ്രസീൽ ഇപ്പം ഇല്ലല്ലോ, നിങ്ങൾ ആ ടീമിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നു. അദ്ദേഹത്തിന് മറുപടി ഞാൻ പിന്നെ പറയാം. നഷ്ടപ്പെടുത്തി ഒരു വേള ഒരു പക്ഷേ ചെറിയ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വന്നു. പക്ഷേ ബ്രസീൽ എക്കാലവും പരമ്പരാഗതമായിട്ട് ഫ്ലെയർ, ക്രിയേറ്റിവിറ്റി ഇത് സമന്വയിപ്പിച്ചിട്ടുള്ള അറ്റാക്കിംഗ് ആണ്. അത് എക്കാലവും ഇത് വെച്ചിട്ടാണ് ബ്രസീൽ എന്ന് പറഞ്ഞ 5 തവണയും ലോകകപ്പ് നേടിയിട്ടുള്ളത്. അപ്പോൾ ബ്രസീൽ ഒരു പക്ഷേ ഒരു മത്സരം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഒറ്റ മത്സരം കൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലോക റാങ്കിൽ 7ാം നമ്പറിലുള്ള മൊറോക്കോ പോലെ ടീമിനേറ്റ് ഒരു പക്ഷേ ഒരു ചെറിയ പ്രശ്നങ്ങൾ, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലാണ് വലിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടീമിനെന്ന് പറയുന്നത് എന്താ പറയുക, പിന്നെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആഞ്ചലോട്ടി ലക്ഷ്യമാക്കുന്ന അല്ലെങ്കിൽ വിഷൻ എന്ന് പറയുന്ന ഒരു ടോട്ടൽ ഫുട്ബോളാണ്. ഒരു മൾട്ടി ഫേസ്ഡ് എല്ലാ തരത്തിലും. ഇപ്പോൾ 1970 നമ്മുടെ ക്രൈഫിന്റെ അത്ര ഹോൾഡർ കളിച്ചിരുന്നത്
ബാഴ്സലോണ ഉണ്ടെങ്കിൽ സ്പെയിനിന് ഒരു ടൈമിൽ പൊസിഷൻ ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ ആ കളിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈമിൽ ഒരുപാട് നേട്ടങ്ങൾ നേടി, പക്ഷെ അതിൽ നിന്ന് മാറിപ്പോ പൂർണ്ണമായിട്ടും ആ രീതിയില്ല. ഷോർട്ട് പാസ് വെച്ചിട്ട് കൂടുതൽ പൊസിഷൻ ഉണ്ടായിരുന്നു, പക്ഷെ കുറഞ്ഞ ഗോളുകളൊക്കെ അടിച്ചിട്ടാണ് ലോകകപ്പ് വരെ നേടിയിട്ടുള്ളത് സ്പെയിനായിട്ട്. അതേപോലെ നമ്മുടെ ഇറ്റലിയുടെ കേസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ടൈമിൽ ഡിഫൻസ് ആ രീതിയിൽ പിന്നെയുള്ള അറ്റാക്ക് അതും തന്നെ ഗോളുകളൊക്കെ വളരെ കുറവായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ബ്രസീൽ എക്കാലം എന്ന് പറയുന്നത് അവരുടെ അറ്റാക്കിംഗ് ഫുട്ബോളാണ്. അതിൽ ഫ്ലെയർ ഉണ്ടാവും, ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള രീതിയിലാണ്. അപ്പോൾ ആഞ്ചലോട്ടി ഇന്നലെ അതിന് പറഞ്ഞ മറുപടി സാറ് പറഞ്ഞ ഈ കാര്യമാണ്. അതായത് എൻ്റെ ടീമിന് ഒരു ഐഡന്റിറ്റി അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, ലോ ബ്ലോക്കിൽ ഡിഫെൻഡ് ചെയ്യണോ അപ്പോൾ ഡിഫെൻഡ് ചെയ്യും, അങ്ങനെ ഡിഫെൻഡ് ചെയ്യും. അറ്റാക്ക് ചെയ്യണോ അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഒരു ഐഡന്റിറ്റി അല്ല, മൾട്ടിപ്പിൾ ഐഡന്റിറ്റികളാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഈ ടീം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും കോമ്പീറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു ടീമാണ്. അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ വിഷയമുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു കളി വെച്ചിട്ട് ഈ ടീമിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥമില്ല എന്ന് ആഞ്ചലോട്ടി പറയുന്നുണ്ട്. അപ്പം ആഞ്ചലോട്ടിയിൽ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതാണ്. പേഷ്യൻസ്, ക്ഷമ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമല്ലേ. അതിപ്പോൾ എൻട്രിക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബ്രസീലിൻ്റെ കളിയുടെ പെർഫോമൻസ്, അവരുടെ എന്താ പറയുക റിസൾട്ടിൻ്റെ കാര്യത്തിലാണെന്നെങ്കിൽ എന്താണെന്നെങ്കിൽ ഇറ്റ് നീഡ്സ് പേഷ്യൻസ്. അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് വരുന്ന കളികളിൽ തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത 4-5 മാറ്റങ്ങളൊക്കെ ഈ ട്രെയിനിങ്ങിൽ ആഞ്ചലോട്ടി വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ മൊറോക്കോക്കെതിരെ 11-ൽ നിന്ന്. അപ്പം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് എല്ലാവരും ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ ഇന്നലെ ആഞ്ചലോട്ടി പറഞ്ഞ് ഞാൻ 5 മാറ്റങ്ങൾ വരുത്തും. എന്നിട്ട് തമാശ പറഞ്ഞാണ് ഫ്യൂവസ്റ്റ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ 1-2 ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ച് എന്താണെന്നുള്ളത് ഇപ്പോൾ ബ്രസീൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഗോൾ കീപ്പറായിട്ട് ആലിസൺ ഉണ്ടാവും. ഡിഫൻസിൽ കഴിഞ്ഞ കളി ബാനസ് കളിച്ച സ്ഥലത്ത് ഡാനിലോ കളിക്കും. സെൻറ്റർ ബാക്കുമാർ ഗബ്രിയൽ മെഗല്ലസും അതുപോലെ തന്നെ മാർക്കിനോസും തന്നെ. ലെഫ്റ്റ് വിങ്ങിൽ ഡഗ്ലസ് സാൻഡോസും കളിക്കും. അപ്പോൾ ഇവിടെ ഡിഫൻസിൽ ബാനസിന് പകരം ഡാനിലോ എന്നുള്ളൊരു മാറ്റമേ ഉള്ളൂ. പിന്നെ ബ്രൂണോ ഗുയിമാറസും അതുപോലെ കാസമിറോയും തന്നെ ആയിരിക്കും മധ്യനിരയിൽ. പക്വേറ്റ കളിക്കും. ഇനി പക്വേറ്റ അല്ലെങ്കിൽ അത് എടുത്ത് ചോദിക്കുന്നുണ്ട്, പക്വേറ്റ കളിക്കുമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പക്വേറ്റ ഫസ്റ്റ് ഹാഫിൽ മോശം കളി കളിച്ചു, പക്ഷേ പക്വേറ്റ മാത്രമല്ല ടീം മുഴുവനും മോശമാണ് കളിച്ചത്. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല, ഒരാളെ മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു പക്ഷേ ഡാനിലോ സാൻഡോസിനെ കൊണ്ടുവന്നേക്കാന്നുള്ള മാത്രമാണ്. മുന്നേറ്റത്തിൽ ഇഗോർ തിയാഗോക്ക് പകരം മാത്യസ് കുഞ്ഞ് വരാനുള്ള സാധ്യത സ്റ്റാർട്ടിംഗ് ലൈനപ്പിലുണ്ട്. പിന്നെ വിനീഷ്യസും റാഫി, ഇതാണ് ലൈനപ്പ്. ഇതുകൊണ്ട് ഈ പറയുന്ന പോലെ ഒരു 5 ഗോൾ 6 ഗോളൊക്കെ അടിക്കാൻ പറ്റുമോ? ഫസ്റ്റ് ഹാഫ് ഒരു പരീക്ഷണം തന്നെ ആയിരിക്കും ഇത് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഹേറ്റി പോലെ ടീം ആയതുകൊണ്ട് നമ്മുടെ ഡിഫൻസിൽ നിലവിലിപ്പോൾ തുടക്കത്തിലെങ്കിലും വലിയ രീതിയിലുള്ള അതിനെക്കുറിച്ച് ബോധേടാവണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം കൗണ്ടർ അറ്റാക്ക് മാത്രമാണ് സാധ്യത ഉണ്ടാവുക. അപ്പോൾ അറ്റാക്കിൽ ആക്ച്വലി എന്താ പറയുക, നമ്മൾ അറ്റാക്കിംഗ് ലൈൻ ഒരു മൂർച്ച ഉണ്ടാക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ ഫസ്റ്റ് ഹാഫിൽ ചിലപ്പോൾ ഇതുപോലുള്ള പരീക്ഷണങ്ങളായിരിക്കാം ഉണ്ടാവും. പക്ഷേ അത് നോക്കിയതിന് ശേഷം ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എൻട്രിക്കൊന്നും ഇല്ലെങ്കിൽ കൂടി ഇപ്പോൾ മാത്യാസ് കുഞ്ഞും ഈ അടങ്ങുന്ന നിരയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു മാർജിൻ ഒരു 3 ഗോളൊക്കെ അടിക്കണ്ടോ 3 ഗോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ വളരെ കോൺഫിഡൻസ് ആയിട്ട് കൂടി എൻട്രിക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ഗോൾ അടിക്കലുള്ള ആവശ്യം, അപ്പോൾ കുഞ്ഞേക്കാൾ നല്ലത് ഇഗോർ തിയാഗോ തന്നെയല്ലേ? ഗോളടിയിൽ ഫിനിഷിങ് ഓക്കെ എന്ന് പറയാം നമ്മളിപ്പോൾ എന്താ പറയുക. പക്ഷേ നമ്മളിപ്പോൾ ബ്രസീൽ ഇത് മുമ്പ് നമ്മുടെ മാത്യാസ് കുഞ്ഞുമായിട്ട് കളിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, നല്ല ഗോളുകൾ അടിച്ചിട്ടുണ്ട്. പിന്നെ ഹേത്തിയെ പോലെയുള്ള ഒരു ഇഗോർ തിയാഗോ ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ ലൈനപ്പിൽ എനിക്ക് മാറ്റം വരുന്നത്. അത് ആക്ച്വലി എന്താ പറയുക, നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരു കോച്ചിന്റെ ഡിസ്ക്രിമിനേഷൻ ആണ്. അതാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നും ആവില്ല. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ കണ്ടില്ലേ, വളരെ അപ്രതീക്ഷിതമായിട്ട് 2 മാറ്റങ്ങൾ വന്നു. ഇന്നലെ കോച്ച് പറഞ്ഞത്, ഞാനിപ്പം എനിക്ക് നിങ്ങളോട് ലൈനപ്പ് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, ഫുട്ബോളിൽ സീക്രട്ട് ഒന്നുമില്ല, പക്ഷേ ഞാൻ എൻ്റെ പ്ലേയേഴ്സിനോട് പറയാത്തതുകൊണ്ട് നിങ്ങളോട് പറയുന്നില്ല. പക്ഷേ ആഞ്ചലോട്ടി ശരിക്കും മറ്റ് ബ്രസീൽ കോച്ചുമാരെക്കാൾ കുറച്ചുകൂടി ഒരു സീക്രസിയും അതുപോലെ പെട്ടെന്ന് മാറ്റം. ഇപ്പൊ ടിറ്റൊക്കെ ആണെങ്കിൽ ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിരുന്നു. ഇങ്ങനെയാണ് സിസ്റ്റം, ഇതാണ് എന്ന് എല്ലാവർക്കും അറിയായിരുന്നു. ആദ്യം പ്ലേയേഴ്സിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നാണ് ആഞ്ചലോട്ടിയുടെ രീതി. അപ്പൊ ഇതിൽ എന്താണ് എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റാത്തൊരു കഴിഞ്ഞ കളിയാണ് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത്. കാരണം നമ്മൾ ഒരിക്കലും ഇബാനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബ്രസീൽ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ട്രെയിനിങ്ങിൽ അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഒന്നുമല്ലാതെ ആഞ്ചലോട്ടി ചിലപ്പോൾ വരാം എന്നുള്ളൊരു കാര്യം കൂടി അവിടെ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വേൾഡ് കപ്പിൻ്റെ ഒരു പ്രത്യേക സാറ് പറഞ്ഞ പോലെ ആർക്കും പണി കൊടുക്കാം. അപ്പം അതുകൊണ്ട് ഹെയ്ത്തി അങ്ങ് നിരന്ന് നിന്ന് ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ
ഇവിടെ സമനിലയായാൽ പിന്നെ അല്ലെങ്കിൽ ജയിച്ചില്ലെങ്കിൽ പണി പാളും. അപ്പൊ അതിന്റെ ഒരു പ്രഷർ ബ്രസീൽ ഉണ്ടാകാൻ സാധ്യതയില്ല. നല്ല പ്രഷറിലല്ലേ ഇന്ന് കളിക്കാൻ സാധ്യത? തീർച്ചയായിട്ടും വലിയ പ്രഷർ തന്നെയാണ്. അപ്പൊ എന്താ പറയാ, ഒരു ഒരു വേൾഡ് കപ്പ് 4 വർഷത്തിലൊരിക്കൽ വരുന്ന, ലോകം ഉറ്റുനോക്കണത്, എന്താ പറയുക, മൊത്തത്തിൽ അത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന, ഏകദേശം ഇപ്പോൾ ഒരു രാജ്യത്തെ ഒരു പ്രസിഡൻറ്റോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബാലൻസ് എല്ലാ ദിവസവും അതുപോലെ തന്നെ ഉണ്ടാവുന്നത്. പക്ഷേ ഇത് വളരെ കുറഞ്ഞ കാലത്തേക്ക് ഷോർട്ട് ടൈമിൽ നിൽക്കുന്ന വലിയൊരു പ്രഷറാണ്. ഇപ്പോൾ ഒരു രാജ്യത്ത് ബ്രസീൽ പോലുള്ള ടീം, ആ ടീമിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന പ്രഷർ. ഇപ്പോൾ 2002 അവസാനമായിട്ട് വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത്. 24 വർഷമായി. 1970 കറക്റ്റ് 24 വർഷം കഴിഞ്ഞിട്ടാണ് 94 വേൾഡ് കപ്പ് നേടിയത്. അപ്പം അതുപോലെ 24 വർഷത്തെ ഒരു ഗ്യാപ്പ്, ഇതിനിടയിൽ വലിയ പ്രതീക്ഷകളാണ് സ്വാഭാവികമായിട്ടും. കപ്പ് നേടുന്ന ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ കൂടി ഒരു ഹോട്ട് ഫേവറേറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, പക്ഷേ എന്നാലും വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ടീംസ് ആണ് ബ്രസീൽ എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രഷർ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ അതാണ് അഞ്ചലോട്ടി പറയുന്നത്. അതായത് ഈ ഷർട്ടിന്റെ വെയിറ്റും ടീമിന്റെ ആദ്യ മാച്ചിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഒക്കെയാണ് ഫസ്റ്റ് കളിയിൽ പ്രശ്നമായത്. പക്ഷേ ഈ കളിയിൽ അത് മാറി മറിയും എന്നാണ് ആഞ്ചലോട്ടി പറയുന്നത്. അപ്പോൾ ഈ വേൾഡ് കപ്പ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രസീലിൻ്റെ ഫസ്റ്റ് കളി നമ്മൾ കണ്ടു, എല്ലാ ടീമുകളുടെയും ഫസ്റ്റ് മാച്ച് നമ്മൾ കണ്ടു. അപ്പം ഇത്രയും കളികൾ കണ്ടതിൽ ആർക്കാണ് സാധ്യത എന്നാണ് സാറിന് തോന്നിയത്? ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോഴൊരു വിശകലനം പറയുകയാണെങ്കിൽ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ മൊത്തം ടീമുകളിൽ ഉള്ള സാധ്യത ആർക്കായിരിക്കും? ഞാനിതുവരെ കണ്ടതിൽ വളരെ ആധികാരികമായിട്ട് കളിച്ചത് ജർമ്മനിയാണ്. ടീമിന്റെ എതിർ ടീം ക്യൂറിസാവോ ആണ് എന്നുള്ളത് കൊണ്ടാവാം. പക്ഷെ അത്രയും വളരെ കൺവിൻസിങ് ആയിട്ടുള്ള, വളരെ ആധികാരികമായിട്ടുള്ള ഒരു ജയം ജയിച്ച ജർമ്മനിയാണ്. അപ്പോൾ ജർമ്മനി അത്രയും കോൺഫിഡൻസോട് കൂടി, മുമ്പൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിൽ ജർമ്മനിയും സ്പെയിനും നിന്നിരുന്ന ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പ് ജേതാക്കളായത് ജപ്പാനാണ് അല്ലേ? പക്ഷെ അതുപോലല്ല ഇപ്രാവശ്യം ജർമ്മനി എനിക്ക് തോന്നുന്നു അത്ര ഫേവറേറ്റുകളായിട്ടല്ല വന്നിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ബ്രസീൽ പറയുന്ന പോലെ തന്നെ ഫേവറേറ്റ്സ് ആയിട്ട് വരുന്ന ടീം തന്നെയാണ് ജർമ്മനി. പക്ഷേ ഈ ഒരു ഫസ്റ്റ് മത്സരത്തിലുള്ള അവർക്ക് കിട്ടിയിട്ടുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സ്വാഭാവികമായിട്ട് എന്താ പറയുക, നല്ല രീതിയിൽ കോൺഫിഡൻസ് അവർ കൊടുക്കുന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ജർമ്മനി നിലവിൽ നല്ലൊരു സാധ്യത ഉണ്ട്. ഒറ്റ ടീമിനെ എടുത്ത് കാണിക്കാന്ന് പറഞ്ഞ മാതിരി ഞാനൊന്ന് ഇത് പറഞ്ഞു മാത്രം. ജർമ്മനിയുടെ എല്ലാവരും ഫ്രാൻസും അർജന്റീനയും ഒക്കെ പറയുമ്പോൾ ജർമ്മനിയെ പലരും ഈ വിശകലനങ്ങളിൽ അങ്ങനെ കാണാത്തത് എതിർ ടീം കുറസാവ് ആയതുകൊണ്ടായിരുന്നിരിക്കാം. പക്ഷേ കുറസാവക്കെതിരെയും അവർ ചെയ്യേണ്ടതെന്തോ അത് ഏറ്റവും ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം വേൾഡ് കപ്പ് ഇത്തവണ വളരെ ടൈറ്റാണ്, ടഫാണ്, ബുദ്ധിമുട്ടേറിയതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ വീഴുന്ന ഒരവസ്ഥ വന്നാൽ അത് ബ്രസീലിലേക്ക് പിന്നെ മടങ്ങി പോകണ്ട, കോച്ചും ബാക്കിയുള്ളവരെന്നുള്ളതാണ്. അപ്പോൾ 2030 വരെയൊക്കെ ഈ കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഗ്രൂപ്പ് സ്റ്റേജ് കടന്നില്ലെങ്കിൽ ആഞ്ചലോട്ടിയെ സാക്ക് ചെയ്യും, സംശയമില്ലല്ലോ. അപ്പം അത് ഉറപ്പാണ്. സ്കോട്ട്ലൻഡ് കുറച്ചുകൂടി വലിയൊരു പോരാട്ടം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ബ്രസീലിന് ശരിക്കും അവരുടെ ആത്മവിശ്വാസം തിരിച്ചു പിടിക്കാനുള്ള വിജയം വരേണ്ട ഒരു കളി എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കളിയിലുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരെ നമ്മളിങ്ങനെ എടുത്തു പറയും. ഇബാനസ് ആണെങ്കിലും കാസമിറോ ആണെങ്കിലും പക്കേറ്റ് ആണെങ്കിലും ഇങ്ങനെ കുറച്ച് ആൾക്കാർ മോശമായിരുന്നു. മിഡ്ഫീൽഡ് മോശമായിരുന്നു ശരിക്കും ഫസ്റ്റ് ഹാഫിൽ. ഇത്തവണ മിഡ്ഫീൽഡ് പരിഹരിക്കപ്പെടുന്നു വിചാരിക്കുന്നുണ്ട്. കളി മിഡ്ഫീൽഡ് പിടിച്ചിട്ടില്ല. കാരണം അയൂബ് ബുവാദിയാണ് ശരിക്കും ആ കളിയിലെ മിഡ്ഫീൽഡ് ഭരിച്ചത്, അവരുടെ മൊറോക്കോയുടെ മിഡ്ഫീൽഡർ. ബ്രസീലിന് ആ ഒരു മിഡ്ഫീൽഡ് തവണ പിടിക്കാൻ വേണ്ടി വീണ്ടും ഇതേ കോമ്പിനേഷൻ തന്നെ മതിയോ? കാസമിറോ അതുപോലെ ബ്രൂണോ ഗുയിമർസ്. മാത്രമല്ല കാസമിറോ ആണ് കഴിഞ്ഞ ഫസ്റ്റ് റൗണ്ടിൽ ഏറ്റവും സ്ലോയിൽ കളിച്ച ഒരാളെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. ഇന്ന് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ തോന്നുന്നത്. ആക്ച്വലി എസ്പെഷ്യലി ഹെയ്ത്തി ആയതുകൊണ്ട് തന്നെ ഒന്നുകൂടി അവർ ഡീപ്പിലായി കളിക്കും. എനിക്ക് തോന്നുന്നു ബോള് ഇന്ന് നേരിടുന്നതിൻ്റെ പ്രശ്നം മിഡ്ഫീൽഡിൽ വലിയ പ്രശ്നം വരില്ല എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ മിഡ്ഫീൽഡിൽ ഒരു പക്ഷേ എനിക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കൂടി സ്പേസ് കൂടി കളിക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ അറ്റാക്കിങ്ങിൽ ലൈനിൽ എങ്ങനെ ഗോൾ അടിക്കും എന്നുള്ളതിനെ കുറിച്ചായിരിക്കും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അറ്റാക്കിങ്ങിൽ വിനി ഇപ്പോൾ കഴിഞ്ഞ കളി ഒരു സൂപ്പർ ഗോൾ അടിച്ച്, വിനിക്ക് തന്നെ അല്ലേ ഈ കളിയിൽ ഒരു എക്സ്ഫാക്ടർ ആവാൻ പറ്റുന്ന ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ. ഇപ്പോൾ റാഫിൻ്റെ കഴിഞ്ഞ കളി മോശമായതുകൊണ്ട് എഴുതി തള്ളുകയല്ല, വിനിക്ക് ഫസ്റ്റ് കളി നന്നായി കളിച്ച് കോൺഫിഡൻസും ഉണ്ടാവും. വിനി ആവുമല്ലോ ഒരു എക്സ്ഫാക്ടർ.
വിനീഷ്യസ് തന്നെയാണ് ബ്രസീലിൽ നമ്മൾ അറ്റാക്കിൽ നമ്മൾ എടുത്തു കാണാക്കുന്ന സംഭവം. കഴിഞ്ഞ കളിയിൽ ഒരു പക്ഷേ ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആണ് ബ്രസീലിനെ രക്ഷിച്ചത്. പക്ഷെ റഫീഞ്ഞ എഴുതിടാൻ പറ്റൂല ഒരിക്കലും. എന്താ പറയുക, നമ്മൾ അഡാപ്റ്റ് ചെയ്യും. പക്ഷെങ്കിലും ഒരു കോച്ചിനെ, അഞ്ചലോട്ട് പോലെ ഒരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കളിക്കാൻ ഉപയോഗിക്കാൻ അറിയാം. ഒരാളുടെ കംഫർട്ടബിൾ പൊസിഷനിൽ മാത്രമല്ലാതെ മൊത്തത്തിൽ മൂപ്പര് വെക്കുന്ന സെറ്റ് ചെയ്യുന്ന ഒരു വിഷൻ ഉണ്ട്. ആ വിഷനനുസരിച്ച് എല്ലാ ടീമുകളെയും എല്ലാ തരത്തിലും ടോട്ടൽ ഫുട്ബോൾ കളിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ റഫീഞ്ഞ എന്ന് പറയുന്നത് ചിലപ്പം അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയേക്കും. ഒറ്റ മത്സരത്തിൽ മാത്രം നമ്മളങ്ങനെ വിലയിരുത്തിക്കൊണ്ട് കാര്യമില്ല. ചിലപ്പോൾ ഈ കളിയിൽ ചിലപ്പോൾ നല്ല പെർഫോം ചെയ്യുന്ന റഫീഞ്ഞ ആയിരിക്കാം. ഓക്കെ, റഫീഞ്ഞ കുറച്ച് കാലമായിട്ട് ബ്രസീലിന് വേണ്ടി ഗോൾ അടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം. കാരണം റഫീഞ്ഞയെ സംബന്ധിച്ചിടത്തോളം ഹൻസി ഫ്ലിക്ക് ഉണ്ടെങ്കിൽ കളി വരൂ എന്നുള്ളൊരു ട്രോള് വരെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ആഞ്ചലോട്ടി വന്നിട്ട് എന്താടാ ഈ ബാഴ്സലോണയിൽ കളിക്കുന്ന കളിയും കളിക്കുന്നു, അതിന് ഹൻസി ഫ്ലിക്ക് അവിടെ ഇല്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതാണ്. അത് എങ്ങനെ ബാഴ്സലോണയിൽ കളിക്കുന്ന പൊസിഷനും അല്ല, ഇവിടെ വ്യത്യസ്ത ഫോർമേഷനും ഒക്കെ വരുമ്പോൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും റഫീഞ്ഞ എന്നുള്ളതാണ് അറിയേണ്ടത്. ബാഴ്സലോണ ലീഡ്സിലൊക്കെ കളിച്ചിരുന്ന സമയത്തും റഫീഞ്ഞ അതേപോലെ തന്നെ മാറ്റി കളിച്ചിരുന്നു, നന്നായി കളിച്ചിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ എന്താ പറയാ, മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ചിലപ്പോൾ മത്സരത്തിൽ മാറ്റം കണ്ടേക്കും. നമ്മൾ മുൻകൂട്ടി ഒരാളെ ആക്ച്വലി നമ്മൾ ഒരു മുൻവിധിയോടുകൂടി പറയുന്നത് ഏതായാലും ശരിയല്ല എന്നുള്ളതാണ്. അത് വിനിക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാലേ, റയൽ മാഡ്രിഡിൽ ഈ ഫിലോസഫി ഒക്കെ കുറെ കണ്ട് അതിൽ നന്നായി ഫ്ലറിഷ് ചെയ്ത് വന്ന ഒരാളാണ്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമില്ല വിനിക്ക് എന്നുള്ളത് അതുകൊണ്ട് കൂടിയാണ്. പിന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്, 80ൽ നമ്മുടെ ഡെക്കൻ സ്നേഹിസൺ ഉണ്ട്. ഡെക്കൻ സ്നേഹിസൺ നമ്മുടെ പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയറാണ്. അപ്പം കഴിഞ്ഞ കളിയിൽ പ്ലേയിങ് ലെവലിൽ ഉണ്ടായിട്ടില്ല, ഈ കളിയിൽ ഉണ്ടാവുമോ സബ്സ്റ്റിറ്റ്യൂട്ട് വരുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരു ബ്ലാസ്റ്റേഴ്സ് കേരള ബന്ധം കൂടി ഹെയ്ത്തി ടീമിനുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഹെയ്ത്തിയെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ലേ? അതിപ്പോൾ അല്ലെങ്കിലും ബ്രസീലിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്നവരൊക്കെ വളരെ ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ലോകകപ്പ് വരുമ്പോൾ എക്കാലത്തും എന്താ പറയുക, ഇതേപോലെ തന്നെ ഒരു ചേരിയിൽ ബ്രസീല്, മറുഭാഗത്ത് അർജന്റീന, പിന്നെ ഒരു പക്ഷത്ത് ജർമ്മനി ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫ്രാൻസ് ഉണ്ടാവും, ഇംഗ്ലണ്ട് കുറച്ചുണ്ടാവും. ഇങ്ങനെ രീതിയിലൊക്കെ ലോകകപ്പിലേക്ക് വരുമ്പോൾ ഉണ്ടാവുള്ളൂ. ഒരു പക്ഷെ കുറഞ്ഞ ഒരു പക്ഷേ ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചുള്ളതുകൊണ്ട് അത്രമാത്രം ആളുകളിൽ അത്ര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാണ്. അപ്പോൾ ഡെക്കൻ സ്നേഹിസണും കെർവൻസ് ബെൽഫോർട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഒരു സമയം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. രണ്ടുപേരും ഹെയ്ത്തിക്കാരായിരുന്നു. ബെൽഫോർട്ട് ടീമിലില്ല, പക്ഷേ ഡെക്കൻ സ്നേഹിസൺ അവരുടെ പ്രധാന പ്ലേയേഴ്സിൽ ഒരാളാണ്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലൊന്നും കഴിഞ്ഞ കളി കണ്ടിട്ടില്ല, ഈ കളിയിൽ ഉണ്ടാവുമോ എന്നുള്ളത് കണ്ടറിയുകയും വേണം. ഏതായാലും ബ്രസീൽ ഇന്ന് ജയിക്കുമല്ലേ? എന്താണ് പ്രഡിക്ഷൻ? എന്താണ് ജയിക്കും തന്നെ ആയിരിക്കും? സ്കോർ ലൈൻ എന്താണ്? സ്കോർ ലൈന് റീസെൻ്റ്ലി പെർഫോം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ കാണുന്ന ഒരു 4-5 ഗോളിന് ജയിക്കേണ്ടതാണ്. അറ്റാക്ക് നല്ല രീതിയിൽ വളരെ ഓർഗനൈസ് ചെയ്ത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 ഗോൾ. പ്രിസൈസ് ആയിട്ട് പറഞ്ഞത് ഫ്രാൻസിനായിട്ടുള്ള സ്കോർ ലൈനൊക്കെ എൻ്റെ പെർഫെക്റ്റ് ആണ്. 3-1. അതായത് ഗോൾ അടിക്കുമ്പോൾ ഒന്ന് വഴങ്ങും ചെയ്യും എന്നുള്ള സംഭവം. ഇവിടെ എന്താണ് പ്രിസൈസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-1 സ്കോർ ലൈൻ. 5-1 ആണ് അല്ലേ? ഞാൻ വിചാരിച്ച 5-0 ആയിരുന്നു. സാർ 5-1 ആരുടെ സ്കോർ ലൈൻ ശരിയാവുന്നില്ല, നമുക്ക് നാളെ നോക്കാം. എന്തായാലും ഇന്ന് ബ്രസീൽ മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിലാണ്. കൂടുതൽ വിശകലനങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം കാണാം.